വിളിച്ചിറക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഫ്യൂഡൽ മാടമ്പിയുടെ മാനസികാവസ്ഥയാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഏറ്റവും അടിസ്ഥാനമാണ് മതങ്ങൾ നല്ല മൈത്രി ഉണ്ടാക്കിയെടുക്കാൻ അതാണ് ഞങ്ങളുടെ രാഹുൽജി നേതാവ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടത്തിയ ഭാരതീയ യാത്രയിലും വെറുപ്പിന്റെ അതുകൊണ്ട് വർഗീയപരമായിട്ടുള്ള പരാമർശം വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ ഏത് സംഘടനകൾക്കും അതായത് SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നു, പുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നു. അസംഖ്യം OBC അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആ സമൂഹത്തോടൊക്കത്തിന്റെ ബഹുമാനത്തോട് നന്ദി, അവരോടൊക്കത്തിന് കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷെ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്ക് പാർട്ടികളായ നിലപാട് പ്രതിപക്ഷ നേതാവിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് വലിയ ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം 2 മാസം അകലെ കാലത്തിന് നിയമസഭാ കേരളത്തിലെ 10 കൊല്ലക്കാലമായി തകർത്തിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റി എടുത്ത് ദൂരക്കളയും എന്നുള്ള വലിയ ദൗത്യത്തിന് നമ്മൾ ആദ്യ സെമി ഫൈനൽ ജയിച്ചു. ഇനി ഫൈനലിലേക്ക് പോവാണ്. ഇവിടെ വിഷയങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വരും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ 1, 2, 3, 4, 5, 6 എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്ത് ഒടുങ്ങാത്ത ശബരിമലയിലെ ഇന്നലെ ഇഷ്യൂ ആണല്ലോ അത്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണല്ലോ. ED ഇന്നലെ റെയ്ഡ് നടത്തിയെന്നുള്ള വാർത്തയുണ്ടല്ലോ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ എല്ലാം മാറ്റിമറിക്കാൻ ആരെങ്കിലും ഒക്കെ പ്രസ്താവന പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടത് ഈ സാമുദായിക സംഘടനകളുമായി പ്രതിപക്ഷ നേതാവ് നടത്തിയ ഫൈറ്റ് കോൺഗ്രസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെയും എഞ്ചിനീയറിംഗ് കൃത്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റം ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു ഷോർട്ട് കമ്മിറ്റി ഉണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സ്ട്രാറ്റജികൾ തയ്യാറാക്കി പോവുക. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തെത്തി നിൽക്കുകയാണ്. ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനെയും സമ്മതിക്കില്ല. അതുകൊണ്ട് ആ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഒരു മന്ത്രി നടത്തിയ പ്രശ്നം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ കുറിച്ചാ പറഞ്ഞു. നിങ്ങളൊക്കെ കാസർഗോഡ് കാലമായിട്ട് പിന്നെ വക്കീലവരാണ്. മല്ലികാർജുന ക്ഷേത്രം ഞാൻ കേസ് വായനത്തിന് കുട്ടിയായിരിക്കുന്ന കാലത്ത് പോയി കേൾക്കുന്നതാണ് കാസർഗോഡിനെ കുറിച്ച് പറയുന്നത്. ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ജാതി നോക്കിയിട്ടാണ് വോട്ട് ചെയ്ത് ഒരാളുടെ പേര് നോക്കി വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പാരമ്പര്യം. തീർച്ചയായും ചുറ്റോട്ടെ, ജയിക്കുന്നവര് ഏതെങ്കിലും ജയിക്കുന്നവരുടെ പേര് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതുകൊണ്ട് ഒരു നാടിനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? കാസർഗോഡിനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ആക്ഷേപം അർഹിക്കുന്ന നാടാണോ കാസർഗോഡ്? ഒരു മന്ത്രിയെ പറഞ്ഞിരിക്കുന്നത്, വേറെ ആരും അല്ല പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആള് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ബാലകൃഷ്ണ പിള്ളയുടെ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയ നാടാണ് ഈ നാട്. അതിന് എന്താണ് ഇതിൽ വ്യത്യാസം? ബാലകൃഷ്ണ പിള്ളയുടെ പ്രസംഗത്തിനും എന്താണ് അതിനേക്കാൾ കടുത്ത പ്രസംഗം വരെയാണ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ഭരണഘടനാ ലംഘനമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് ഈ പ്രസംഗത്തിലൂടെ. കാസർഗോഡും മലപ്പുറത്തും കൂടെ ആർജവം ഉണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ, ആർജവമെന്നല്ല, ഉളുപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി 1 മിനിറ്റ് പോലും ആ മന്ത്രിയെ നിർത്താൻ പാടില്ല. എന്നിട്ട് പ്രസംഗിക്കും മുഖ്യമന്ത്രി മതസൗഹാർദ്ദത്തെ കുറിച്ചൊക്കെ. അപമാനമല്ലേ കേരളത്തിന് ഇത്തരം? ഇങ്ങനെയാണോ കേരളത്തില് ജനങ്ങളെ കാണുന്നത്? വളരെ അപമാനകരമായ പ്രസ്താവനയല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ അപമാനകരമായ പ്രസ്താവന. അത് ഒരു മന്ത്രി നടത്തുമ്പോൾ ആ മന്ത്രിയെ കൂട്ട് പൂജിക്കുക, താലോലിക്കുക ചെയ്യുന്ന മുഖ്യമന്ത്രി, സത്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം വളവിട്ട് കൊടുക്കുന്നത്.
മുഖ്യമന്ത്രി മാത്രമാണ് എല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് പൂർണ്ണമായിട്ടും വർഗീയ ചേരിതിരിലേക്ക് തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇനി ആകെ ലക്ഷ്യം വർഗീയത ആളിക്കത്തിക്കലാണെന്ന് തോന്നിയിട്ട് ആ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ നോക്കുകയാണ്. ഈ കളിയാണെന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ എത്ര ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ജനം വിഡ്ഢികളല്ല, ജനത്തിന് മനസ്സിലാവും. അവസാന ദിവസമാകുമ്പോ തെരഞ്ഞെടുപ്പിനടുത്ത് നിൽക്കുമ്പോൾ എല്ലാം തോറ്റുപോകുന്നു മനസ്സിലാവുമ്പോ തോന്നുന്ന ഈ വെപ്രാളം ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഈ വെപ്രാളത്തിൽ നിന്നുണ്ടായത് ഇതല്ല. ഗവർണറുടെ കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിട്ടപ്പോൾ നിങ്ങൾ കേട്ടില്ല എത്രമാത്രം പ്രസംഗങ്ങൾ കട്ട് ചെയ്തു. അന്നേരം ആ പ്രസംഗം കട്ട് ചെയ്ത പ്രസംഗം ഉൾപ്പെടുത്തി നിയമസഭയിൽ പ്രസംഗിച്ചിട്ടില്ലല്ലോ. ഇതേ ഗവർണർ എഴുതി കൊടുക്കുന്ന വൈസ് ചാൻസലർക്ക് ഒപ്പിട്ട് കൊടുത്ത ആളല്ലേ ഒത്തുതീർപ്പില്. പാർട്ടി പോലും അറിയാതെ ഇതേ ഗവർണറുമായിട്ട് ആദ്യ ശീത സമരം പിന്നെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഗവർണർ പറയുന്ന വൈസ് ചാൻസലർ ഞാൻ സ്വീകരിക്കും, ഞാൻ പറയുന്ന വൈസ് ചാൻസലർ നിങ്ങൾ ചെയ്യില്ല. എന്തൊരു ഐക്യമായിരുന്നു. ഇതെല്ലാം നാടകം. കൃത്യമായിട്ട് ഇതെല്ലാം തിരിച്ചറിയുന്നവരാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് ഈ കാസർഗോഡ് വന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയോട് കാണിച്ചിരിക്കുന്ന കാസർഗോഡ് കാണിച്ചിരിക്കുന്ന ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഒരു മന്ത്രിയിൽ നിന്നുണ്ടായത്. ഇത് ലൈറ്റായിട്ടാണ് മുഖ്യമന്ത്രി എടുക്കുന്നെങ്കിൽ അത് വലിയ വലിയ ഭവിഷ്യത്തുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാതലായിട്ടുള്ള സമൂഹം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള ആശയങ്ങളുണ്ട്. അവരുടെ ആശയങ്ങളും അവരുടെ കാഴ്ചപ്പാടും കൺസിഡർ എടുക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിലുണ്ടാവും. നമ്മുടെ നാട്ടിലെ പഴയകാല സങ്കല്പങ്ങളൊക്കെ മാറി പുതിയ സങ്കല്പം നമ്മുടെ മക്കൾക്ക് നമ്മുടെ സങ്കല്പം അല്ലേ. ഇത് ഉൾക്കൊള്ളാൻ പലർക്കും പാടാണ്. പക്ഷെ നമ്മുടെ കേരള സമൂഹം ഉൾക്കൊണ്ടേ മതിയാവും. അപ്പൊ അവരുടെ പ്രദേശങ്ങൾക്കനുസരിച്ച് വരുന്ന ഒരു ഗവൺമെന്റ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഗവൺമെന്റ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ട്രെയിൻ കർഷകരുടെ തീരപ്രദേശങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാൽ മലയോര പ്രദേശങ്ങൾ എടുത്ത് നോക്കിയാൽ എത്ര കുട്ടികളാണ് ദേശത്ത് പഠിച്ചത്. അച്ഛനും അമ്മയും ഒറ്റ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇവിടെ ജോലിയില്ല, ജോലി കിട്ടിയാൽ തന്നെ മതിയായ ശമ്പളമില്ല. അപ്പൊ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലും പദ്ധതി 10 കൊല്ലമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ മനസ്സിലെ സങ്കല്പം. ആ സങ്കല്പത്തിനനുസരിച്ച് പ്ലാനും പദ്ധതി ഉണ്ടാക്കാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. മറ്റൊരു വിഷയമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി കമ്മിറ്റിയുടെ പേരിൽ കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം പല ആളുകളും നീക്കുമ്പോഴും ഈ അബ്ദുൾ റഹ്മാൻ കണ്ടി ജമാഅത്തെ ഇസ്ലാമി പരിപാടി ഉദ്ഘാടനം അതൊരു അനൗചിത്യം. അവർക്കെല്ലാം അവരുടെ കൂടെ കൂടിയ പിന്നെ എല്ലാം ശുദ്ധമായി. ഇതിന്റെ കൂടെ കൂടിയ പിന്നെ എല്ലാ പാപങ്ങളും ഉണ്ടാക്കി കളയും. ശുദ്ധമായി ഇത്തരം പറയുന്ന ഒരു സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രകടമായ തെളിവാണിത്. താങ്ക് യു.